രാവിലെ മുതൽ പണിയെടുക്കുക, എന്നിട്ട് കൊച്ചു ക്ലാസ്സിൽ പോയി കഴിഞ്ഞ് കഴിയുമ്പോൾ കയറി കിടന്നുറങ്ങുക, എഴുന്നേൽക്കുക, ഭക്ഷണം കഴിക്കുക, അവൾ വരാറാകുമ്പോൾ തിന്നാൻ എന്തെങ്കിലും ഉണ്ടാക്കി കൊടുക്കുക, അത് കഴിഞ്ഞ് വൈകുന്നേരം ആകുമ്പോൾ പിന്നെയും പണിയെടുക്കുക. ഇതൊക്കെയാട്ടോ കുറച്ച് ആളായിട്ട് എൻ്റെ ഒരു റുട്ടീൻ എന്ന് പറയുന്നത്. പക്ഷേ ഞാൻ ഭയങ്കര സന്തോഷത്തോടെയും ഇഷ്ടത്തോടും കൂടിയാണ് ആ കാര്യങ്ങളെല്ലാം ചെയ്യുന്നത്. കാരണം നെച്ചിക്കുട്ടൻ്റെ കാര്യങ്ങൾ നോക്കുക, വീട് ഭംഗിയാക്കി ഇടുക, അതൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള കാര്യങ്ങളാട്ടോ. എനിക്ക് നല്ലൊരു വിധപ്പെട്ട എല്ലാ അമ്മമാരും വളരെ സ്നേഹത്തോടെയും സന്തോഷത്തോടെയും ചെയ്യുന്ന കാര്യങ്ങളായിരിക്കും. അപ്പോൾ ഇന്ന് നമ്മൾ കാണുന്നത് എൻ്റെ ഒരു ചെറിയ വൈകുന്നേരം കേട്ടോ. വൈകുന്നേരം ചില ദിവസങ്ങൾ ഇങ്ങനെയൊന്നുമല്ല, വ്യത്യാസങ്ങളുണ്ടാവാം. എന്നാലും ഒരുവിധപ്പെട്ട എൻ്റെ വൈകുന്നേരങ്ങളൊക്കെ ഇങ്ങനെയാണ്. ബാക്കി സിങ്കിൽ കഴുകാൻ വെച്ചിരിക്കുന്ന പാത്രങ്ങളെല്ലാം കഴുകി വയ്ക്കുക, ചെടികൾക്ക് വെള്ളം ഒഴിക്കുക, അടുക്കളയിലിരിക്കുന്ന ഫുഡ് വേസ്റ്റ് കൊണ്ട് കളയുക, തിരിച്ച് വരിക, രാവിലെ കഴുകിയുടെ തുണികളെല്ലാം ഉണങ്ങിയിട്ടുണ്ടാവും, അതെല്ലാം എടുത്ത് പെറുക്കി വയ്ക്കുക, അത് കഴിഞ്ഞ് കുഞ്ഞിനെ കുളിപ്പിക്കുക, ഞാൻ കുളിക്കുക, അകമൊക്കെ ഒന്ന് വൃത്തിയാക്കി ഇടുക, സെറ്റിയൊക്കെ ഒന്ന് തട്ടിക്കൊടയുക, ജനലും വാതിലൊക്കെ അടയ്ക്കുക, കാരണം കൊതുകുണ്ടേ. അപ്പോൾ ഇതൊക്കെ ഒന്ന് അടയ്ക്കുക. പിന്നെ നെച്ചിക്കുട്ടൻ്റെ സന്തോഷം കാണുമ്പോൾ ഞാനിങ്ങനെ ഇവിടെ തുള്ളി നടക്കണുണ്ടപ്പോൾ ഞാനിങ്ങനെ നോക്കാം കേട്ടോ. ഇന്ന് ട്യൂഷന് പോകാത്ത സന്തോഷമാണ് ആ കാണുന്നത്. ഇനി ഇത് കഴിഞ്ഞ് ആളെ ഒന്ന് കുളിപ്പിച്ച് സുന്ദരിയാക്കി എന്തെങ്കിലും കഴിക്കാനൊക്കെ വെച്ച് ടി വി ഒക്കെ വെച്ച് കൊടുത്തു കഴിഞ്ഞാൽ പുള്ളിക്കാരത്തി അവിടെ ഇരുന്നോളും. അത് കഴിയുമ്പോൾ ഞാനൊന്ന് പോയി കുളിക്കും. കുളിച്ച് കഴിഞ്ഞ് വന്നു കഴിഞ്ഞാൽ നമ്മുടെ അന്നത്തെ ഒരു ദിവസം തീരുവാണ്. ഓൾമോസ്റ്റ് എൻ്റെ ഒരു ദിവസത്തെ എല്ലാ ജോലികളും കഴിഞ്ഞ് ഞാൻ ഭയങ്കര സന്തോഷത്തോടു കൂടി ഹാപ്പി ആയിട്ട് കുറച്ച് സമയം ഒന്ന് പ്രാർത്ഥിച്ച് നടയിലൊന്ന് തിരിയൊക്കെ കത്തിച്ച് ഞാനും നെച്ചിക്കുട്ടനും കൂടി കുറച്ച് സന്തോഷത്തോടു കൂടി ഹാപ്പി ആയിട്ടിരിക്കുന്ന ടൈമാണ്. ഈ സമയത്ത് ഞങ്ങൾ ഇച്ചായനെ ഭയങ്കരമായിട്ട് മിസ് ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പയും കൂടി ഉണ്ടെന്നുണ്ടെങ്കിൽ ഈ സമയത്ത് ഞങ്ങൾ വല്ല തല്ലി പിടിക്കും, അല്ലെങ്കിൽ ടി വി കാണും, വല്ലതും തിന്നിരിക്കും, ഇങ്ങനെയൊക്കെയാണ്. അപ്പോൾ ഈ നടയിലെ തിരി കത്തിക്കലൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ഞാൻ നെച്ചിക്കുട്ടനും കൂടി ഒക്കെ എന്തെങ്കിലും പഠിക്കാനൊക്കെ ഉണ്ടെങ്കിൽ ഞങ്ങൾ ആ സമയത്ത് അതൊക്കെ നോക്കും കേട്ടോ. ഹോംവർക്കുകൾ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ആ സമയത്ത് ചെയ്യും. അതല്ലാന്നുണ്ടെങ്കിൽ കുറച്ച് സമയം ഞങ്ങൾ വർത്താനൊക്കെ പറഞ്ഞിരിക്കും, ടി വി കാണും, ഭക്ഷണം കഴിക്കും. എന്നിട്ട് ഇതൊക്കെ കഴിഞ്ഞിട്ട് ഈ കുഞ്ഞിപ്പുഴുവിനെ കെട്ടിപ്പിടിച്ച് കിടന്നുറങ്ങുക എന്ന് പറയുന്നത് ഭയങ്കര സുഖമുള്ളൊരു പരിപാടിയാണ്.